ഹലോ ഗെയ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്നുള്ളത് ചെങ്ങന്നൂർ ഫെസ്റ്റിലാണ് കേട്ടോ. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് പെരുമല അല്ലെ പരിമല അങ്ങനെ എന്തോ ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് കണ്ടോ, 6750 രൂപയാണ് ഈ ഒരു വള്ളത്തിന് വരുന്നത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഉള്ളത് കുറച്ച് രൂപങ്ങളാണ്, ഓരോ കലകൾ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഹാൻഡ് മെയ്ഡാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെല്ലാം അതിൻ്റേതായ റേറ്റുകളുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ കഥകളി, പിന്നെ ഒരുപാട് നമ്മുടെ മലബാറിലെ ഒരുപാട് തെയ്യങ്ങൾ, അങ്ങനെ ഒരുപാട് കലകളെ പറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ അവർ വർണ്ണിച്ച് വെച്ചിട്ടുണ്ട്, രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അവിടെ അടുത്ത് ചാനലുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഈ ചേട്ടൻ മാറി നിൽക്കുന്നത് കണ്ടോ. ഇവിടെയുള്ള ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ നൊസ്റ്റാൾജിക്കും പിന്നെ എല്ലാം ഹാൻഡ് മെയ്ഡായിട്ടോ വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൈകൊണ്ട് നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതിൻ്റെ ലൈവ് നമുക്കപ്പുറത്ത് കാണാനും പറ്റുന്നുണ്ട് കേട്ടോ, അവർ ചെയ്യുന്നതൊക്കെ. ഇത് കണ്ടോ, ഓല കൊണ്ട് മെടയുന്നതാണ് കേട്ടോ, പണ്ടത്തെ കൊട്ടയും അങ്ങനെയൊക്കെ. പിന്നെ ഇത് കാണുന്നത് ചട്ടി ഉണ്ടാക്കുന്നത്, ഇത് അധികം ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ലിയമോള് ഇതിനനുസരിച്ച് ചർക്കക്കനുസരിച്ച് ലിയമോളും താളം പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെയുള്ള ആൻറ്റി ഭയങ്കരമായിട്ട് ലിയമോള് താളം പിടിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ചർക്ക അടിക്കുന്ന ചേച്ചീൻ്റെ മുഖം ഞാൻ ആദ്യം കാണിച്ചില്ല, പിന്നെ ചേച്ചിക്ക് വീഡിയോയിൽ വരാൻ കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഫേസ് എടുക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ലിയമോളായിട്ട് ഒത്തിരി കമ്പനിയായിരുന്നേ. ആ ചേച്ചി ആദ്യം ശ്രദ്ധിച്ചില്ല, പിന്നെ ലിയമോള് താളം പിടിക്കുന്നതും ലിയമോൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ആയെന്ന് കണ്ടപ്പോഴും അവർ ആ ജോലിയെല്ലാം നിർത്തി വെച്ച് ലിയമോളെ കുറച്ച് കളിപ്പിക്കുകയൊക്കെ ചെയ്ത് ലിയമോളോട് ഒത്തിരി തവണ പറഞ്ഞു, മോള് വാ മടിയിലിരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവിടെയുള്ള സാരികളും മുണ്ടുകളൊക്കെ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ നോക്കി. അപ്പോൾ ഇവിടെ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു, സെയിലിലൊരു ചേച്ചിയും ചർക്ക അടിക്കാൻ വേറൊരു ചേച്ചിയും. അങ്ങനെ രണ്ടുപേരും അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വാ എന്നൊത്തിരി വിളിച്ചു. അതൊന്നും വേണ്ട, അവരെ പണിയായുധങ്ങളെല്ലാം അവൾക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് വന്നപ്പോൾ നല്ല രസകരമായ ഒരു കാഴ്ച വേണ്ടത്. ബൾബുകൾ കണ്ടോ, അതുപോലെ തൂക്ക് വിളക്കുകളാക്കിയിട്ട് കണ്ടോ, നല്ല ഭംഗിയിൽ. ഇതെല്ലാം മെടഞ്ഞതാണ് കേട്ടോ, കയറ് കൊണ്ട് മെടഞ്ഞതാണ്. അത് കണ്ടപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ ആനേൻ്റെ രൂപങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മരത്തിലാണ് കേട്ടോ ഇതെല്ലാം ചെയ്ത് വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇത് വന്നത് ചുട്ട കശുമാങ്ങ അണ്ടി, ഞങ്ങൾ അണ്ടിന്നാണ് കേട്ടോ, വൃത്തിക്ക വാങ്ങാൻ അണ്ടി എന്നൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ ലൈവായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അച്ഛനും മോളും പോയിട്ട് ഒരു കാർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ആനിമൽസിൻ്റെയും എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ലിയമോക്ക് കുറച്ച് കളിക്കുന്നത് കാണിച്ചു കൊടുക്കാം, പിള്ളേർ കളിക്കുന്ന കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് അതും ലിയമോൾ അത്യാവശ്യം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ലിയമോക്ക് ആദ്യം കിളി പോയ ഒരു കൂട്ടായിരുന്നു. ഇതെന്താ സംഭവം എന്നാണ് ലിയമോൾ നോക്കിയിരിക്കുന്നത്. പിന്നെ ലിയമോൾ ഓക്കെ ആയി വന്നിട്ടോ. ഒരു 3 വയസ്സൊക്കെ കഴിയണം കേട്ടോ ഈ ഒരു സംഭവത്തിൽ കയറാൻ വേണ്ടി. ലിയമോക്ക് കയറണം എന്നുണ്ട്, പക്ഷേ അതുപോലെ തന്നെ ഉരുണ്ട് താഴോട്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾ കയറ്റിയില്ല. അവൾ ഓക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവൾ അതിലുള്ള പിള്ളേർക്കൊക്കെ ടാറ്റ കൊടുക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ പെറ്റ് ഷോ ഉണ്ടായിരുന്നേ, അപ്പോൾ അതിന് വേറെ തന്നെ ടിക്കറ്റ് എടുക്കണമായിരുന്നു. അപ്പം ഇത് ടിക്കറ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറാമെന്ന് ഓർത്തു. അവിടെ ഉണ്ടായിരുന്നത് കുറേ പക്ഷികൾ, പ്രാവുകൾ, കോഴികൾ, പാമ്പ്, തത്ത, അങ്ങനെ കുറേ ഇനങ്ങൾ കേട്ടോ. എല്ലാത്തിൻ്റെയും വ്യത്യസ്ത തരത്തിലുള്ളതാണ് ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഈ പിള്ളേർ നല്ല കമ്പനിയായിരുന്നേ. അവരെ തത്തയാണ്. അപ്പോൾ അവർ കയ്യിൽ വെക്കുന്നോ ഫോട്ടോ എടുക്കുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്, കാരണം അതിൻ്റെ കൊക്ക് കണ്ടു. എനിക്ക് പേടിയാണ്. മിഥുനും കുഞ്ഞിനും വലിയ പ്രശ്നമൊന്നുമില്ല, അവർ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അവർ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പേടിച്ചുകൊണ്ടാണ് നിന്നത്. എനിക്കിതിലൊക്കെ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ ഈ തത്തനെ കണ്ടോ, എനിക്ക് എല്ലാത്തിനെയും കൂട്ടിലിട്ട് കാണുമ്പോൾ എനിക്ക് നല്ല രസം തോന്നുന്നുണ്ട്. ഇതൊക്കെ വീഡിയോ എടുത്തതും ഞാൻ തന്നെയാണ്. അങ്ങനെ ഇതാരാ കിടക്കുന്നതെന്ന് കണ്ടോ നിങ്ങൾ? ആ ചെറുക്കൻ എന്നോടാ വന്ന് ചോദിക്കുന്നത് കേട്ടോ, ചേച്ചി കയ്യിൽ വെച്ച് തരട്ടെ, ചുമ്മാ എനിക്ക് പേടിയാന്ന് അവനറിയാം. അപ്പോൾ അവൻ പറയാണ് ഫ്രീ ആയിട്ട് വെച്ചുതരാം. എന്നെ വെപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ് അവൻ, ഫ്രീ ആയിട്ടെങ്കിലും വെക്കുമോ നോക്കാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ ഇവിടെ മുയലുകുട്ടന്മാരും എലീനെ കണ്ടോ, എലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോന്നിൻ്റെ ഓരോ സംഭവങ്ങൾ. പിന്നെ
അതൊക്കെ ഓൾമോസ്റ്റ് ലിയമോളും അച്ഛനും കൂടി എൻജോയ് ചെയ്യുന്നുണ്ട്. എൻ്റെ പിള്ളേരെ ഞാൻ കൂടുതൽ വോയിസ് കൊടുത്ത് ബോറാക്കണ്ടല്ലോ വീഡിയോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ മ്യൂസിക് കൊടുത്തത്. അപ്പോൾ എല്ലാത്തിനെയും ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. മിഥു ഇതിനെ വല്ലാണ്ട് വീക്ഷിക്കുന്നുണ്ട്. വാങ്ങേണ്ട പരിപാടിയാണോ എന്തോ. അങ്ങനെ മിഥുവിന് ഇഷ്ടപ്പെടുന്ന എല്ലാം വാങ്ങുന്നൊരു സ്വഭാവം മിഥുവിനുണ്ട് കേട്ടോ. അതെങ്ങനെയെങ്കിലും വാങ്ങിക്കളയും. അതുകൊണ്ട് എനിക്ക് എല്ലാത്തിനെയും അധിക നേരം അടുത്ത് നിൽപ്പിക്കാൻ എനിക്ക് പേടിയാണ്. അങ്ങനെ എല്ലാം കവർ ചെയ്ത് ഞങ്ങൾ വേഗം തന്നെ വെളിയിലോട്ട് ഇറങ്ങിയിരുന്നു. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് നല്ല മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കോഴീനെ കണ്ടോ, തലയിൽ ഒരു സംഭവം. മിഥു എന്നോട് പറഞ്ഞു ബോണ്ടക്കോഴി എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ അങ്ങ് വിശ്വസിച്ച് കേട്ടോ ഒരു 10 മിനിറ്റ് നേരത്തേക്ക്. പിന്നെയാണ് ഉണ്ടാക്കി പറഞ്ഞു തന്നതാന്ന് എന്നോട് പറഞ്ഞത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെ ഇത് കണ്ടോ, മിഥുവിൻ്റെ മാല കൊത്തുന്നാണ്ട് ഈ തത്ത. അപ്പോൾ ഞാൻ പിടിച്ച് മാറ്റാണ്. ആ തത്തക്ക് മിഥുവിൻ്റെ മാല മാത്രം മതി, ഞങ്ങളെയൊന്നും വലിയ മൈൻഡൊന്നുമില്ല. സ്വർണ്ണത്തുമ്മൽ നല്ല കണ്ണുള്ള തത്തയാണ്. എനിക്കാണെങ്കിൽ പേടിയാവുക, ഇത് കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവൻ്റെ കഴുത്തിനങ്ങാണ്ട് എനിക്ക് കൊത്തുവോ. അതിൻ്റെ ഇടയ്ക്ക് അവൻ ആ ചെവിക്ക് ഒരു ഷോട്ട് കിട്ടുന്നുണ്ട്, ചെവിയും പിടിച്ച് കൊത്തുന്നുണ്ട്. ഇത് നല്ല ഉപദ്രവകാരിയാണ്. ലിയമോളാണ് അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയുള്ള പിള്ളേർ വെച്ച് കൊടുത്തതാണ് കേട്ടോ ഷോൾഡറിൽ. ലിയമോള് എൻ്റെ അടുത്ത് വരാൻ വേണ്ടി പറയുകയാണ്. അവൻ എൻ്റെ കയ്യിലും എടുത്ത് വെച്ച് തരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം, ഞാൻ സെൽഫി എടുത്തിട്ടുണ്ട്. ഇത് കുഞ്ഞായതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു പേടിയൊന്നും തോന്നിയില്ല. എന്നാലും എനിക്ക് പേടിയില്ലാതില്ല കേട്ടോ. ഞാൻ ആ ചെറുക്കനോട് പറയുന്ന എടുക്ക് എന്നാണ്. അവൻ എടുക്കുന്നില്ലായിരുന്നു. എന്നിട്ടും എനിക്ക് പേടിയാകുന്നുണ്ട്. ഇവൻ അതിനെ എടുത്ത് തലയിൽ വെക്കൂ. പിന്നെ പുറകിൽ വന്നൊരു ചെക്കൻ ചോദിക്കുന്നുണ്ട്, ചേച്ചി ഞാൻ പാമ്പിനെ വെച്ച് തരട്ടെ എന്നൊക്കെ. കാരണം എനിക്ക് അത്രയും പേടിയാണെന്ന് അവർക്ക് മനസ്സിലായി. ഞാൻ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ പുറകിൽ കൂടെ വന്ന് കഴുത്തിൽ പാമ്പ് വെക്കുന്നുണ്ടോ എന്നൊരു സംശയത്തിലായിട്ടോ. അങ്ങനെ ലിയമോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. ലിയമോളെ കൈ കിട്ടിയാൽ ചിലപ്പോൾ ലിയമോൾ അതിനെ പിടിച്ചമക്കും. അതുപോലെ തന്നെ മിഥു ഇതിൻ്റെ പേര് പറഞ്ഞാൽ റോസ് പ്രാവ് എന്നാണ് കേട്ടോ. ഇതിൻ്റെ ദേഹത്ത് കണ്ടോ റോസ് പോലെ. ഇവൻ ചുമ്മാ അവിടെ നിന്ന് എല്ലാത്തിനും പേരിടുകയായിരുന്നു കേട്ടോ. ഇതിന് ഞാൻ വിചാരിച്ചു അത് കാട്ടിക്കനാണ്, പക്ഷേ അത് കാട്ടിക്കനല്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. ബോറായിട്ടുണ്ട് വീഡിയോ എന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും ഓക്കെ, ബായ്.